ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹട്ട്. ഇന്ന് എന്താണ് ഒരു റെസിപ്പി കൊണ്ട് വന്നിരിക്കുന്നത് കാണിക്കട്ടെ. ഇതെന്താ സംഭവം എന്നറിയോ? നല്ല അടിപൊളി മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട്. ഇത് ഏത് ഫിഷാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പേര് പറയാനായിട്ട്. ഇത് വലിയ മുട്ടയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് അതിനെ നല്ലൊരു തോരൻ വയ്ക്കാൻ നോക്കുകയാണ്. അതിൻ്റെ കൂടുതൽ തന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചാള ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മുട്ടകൾ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഇപ്പോൾ നന്നായിട്ട് ഇതിനെയൊന്ന് നമ്മൾ നല്ല തോരൻ വയ്ക്കാൻ പോവാണ്. അതിന് എന്തൊക്കെയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് വേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് കൊച്ചുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ കാന്താരി. ഈ കാന്താരി ഫ്രഷായിട്ട് കിട്ടുന്ന സമയത്ത് ഒരു വാങ്ങിച്ചിട്ട് ഞാൻ ഇതേപോലെ ഇരുന്ന് ടിന്നിൽ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറാണ്. അത് നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് കാന്താരി കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് മിക്സിക്കകത്ത് ഒതുക്കിയിട്ട് കൊണ്ടുവരാം. ഈ വലിയ മുട്ടയിനൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് സിസർ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയെടുക്കുകയാണ്. എങ്കിലും നമുക്ക് ഒരേപോലെ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് നല്ല പീസാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാൻ എടുത്തിട്ട് വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരച്ചിടുവാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുട്ട ഇടുവാണ്. കൂടുതൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, മിക്സിയുടെ ജാറ് കഴുകി എടുത്തിരുന്നു. ആ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ട് ഒന്നിടണമെങ്കിൽ നന്നായി ഇളക്കുക. ഇങ്ങനെ ഇളക്കുക. ഇനി നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒഴിച്ച വെള്ളം എല്ലാം പറ്റി വെന്തിട്ടുണ്ട്. മീൻ്റെ മുട്ട ആയതുകൊണ്ട് അധികം വേവൊന്നുമില്ല. അതിരുന്നാലും ഒരു വലിയ ഫിഷിൻ്റെ മുട്ട ആയതുകൊണ്ടാണ് അത്ര ഒരു ടൈം എടുത്തിട്ട് ആക്കിയത്. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു 4-5 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്നുകൂടെ നോക്കാം. ഇതാ അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കാന്താരി മുളകൊക്കെ ഇട്ടത് കാരണം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഞാനിനി ഇത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി മീൻമുട്ട തോരൻ റെഡിയായിട്ടുണ്ട്. വലിയ മീൻമുട്ടയുടെ തോരനായതുകൊണ്ടുള്ള ഈ പ്ലേറ്റ് നിറച്ചുണ്ട്. ഇത്രയും ഉണ്ടാകുന്ന സത്യം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്രയ്ക്കും പ്ലേറ്റ് നിറച്ചുണ്ടായിരുന്നു. ആ ഒരു മുട്ടയും ആ കുറച്ച് ചാളയുടെ മുട്ടകളും കൂടെ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കാൻ പറയാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് ഈ മുട്ടയൊക്കെ കിട്ടുമ്പോഴല്ലേ ഉണ്ടാക്കാൻ ഒക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ മീനിൻ്റെ മുട്ട കിട്ടുമ്പോൾ ഇതേപോലെ നല്ല കാന്താരി മുളകും കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സൂപ്പർ മീൻ മുട്ടത്തോരൻ റെഡി. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.